ഇത്രയും വലിയൊരു സംഭവം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അയ്യോ, ഏഴുമല താണ്ടി വന്ന് ശിവനെ കണ്ട് ശിവൻ്റെ അനുഗ്രഹവും മേടിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക തിരിച്ചിറങ്ങുകയാണ്. അതേപോലെ തന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയോ ഗൈസ്, സൗണ്ടൊക്കെ മാറി. അയ്യോ, ഇത് കണ്ടാ ഒരു കുപ്പി വെള്ളത്തിലുള്ള കളിയായിരുന്നു കേട്ടോ. ഏഴുമല കയറിയത് ഒരു കുപ്പി വെള്ളത്തിലാണ്. 1 ലിറ്റർ വെള്ളം ഓരോ എന്താ പറയുക ഓരോ അടപ്പ് അല്ലെങ്കിൽ ഓരോ വായ കുടിച്ചാണ് ഞാൻ കയറി ഇറങ്ങി വന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു 2 മലയാളികളോട് നന്ദി പറയാനുണ്ട്. അവരാണ് എനിക്ക് കുപ്പി തന്നത്. അതിലെനിക്ക് ഭയങ്കര അതിയായ സന്തോഷമുണ്ട്. ഇവിടുന്ന് ഇറങ്ങാൻ പോണേ, വേണ്ട ഇറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ടേ കേട്ടോ. ഇവിടെ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് കണ്ടോ ആൾക്കാരിരിക്കുന്ന കണ്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ ആൾക്കാർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഈ പാറയാണ് നമ്മൾ താഴത്തുനിന്ന് കണ്ടത്. ഈ 2 പാറയാണ് നമ്മൾ താഴത്തുനിന്ന് കണ്ടത്. ഇവിടെ എത്താനാണ് എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് തിരിച്ചു പോവാം കേട്ടോ. തിരിച്ചു പോകാണ്ട് പറ്റില്ല. ഞാനിത് ഇവിടെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. മലയാളികൾ ഞാൻ കുറച്ച് ചാനലൊക്കെ കണ്ടായിരുന്നു വരുന്നതിന് മുന്നേ. പക്ഷെ ഒരിക്കലും എന്താ പറയുക മലയാളികൾ ഇതിൻ്റെ മേളിൽ കയറിയിരുന്ന് ഇതാണ് എൻ്റെ വരുന്നത്. പക്ഷെ ഇതിന് മേളിൽ കയറി ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിട്ടുള്ള ആ ഒരു പരിപാടി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അത് നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വരണം, ഇവിടെ വന്നേ പറ്റൂ. പറ്റാവുന്നവരൊക്കെ വരിക. 3 മാസമുള്ളൂ, വർഷത്തിൽ 3 മാസമുള്ളൂ ആവുള്ളൂ ഇവിടെ ഓപ്പണിങ്. അത് എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ് ആണെന്ന് തോന്നുന്നു. ഈ 3 മാസമാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലോസ് ചെയ്യും. അതിന് കാരണം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ മഴയായിരിക്കും, മഴയത്ത് ഇതിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുമായിരിക്കാം. മേ ബി വലിയ കാടാണ്, 6-7 മലകൾ താണ്ടി വരുന്നൊരു കാടാണ്. അപ്പോൾ അതുകൊണ്ട് വന്യജീവികളുടെ ശല്യം ഉണ്ടാവും. ഇത്രയും വലിയൊരു സംഭവം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അയ്യോ, ഏഴുമല താണ്ടി വന്ന് ശിവനെ കണ്ട് ശിവൻ്റെ അനുഗ്രഹവും മേടിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തീവ്ര ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് കുരുകൂട്ടുമായിരിക്കും. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്താ പറയുക ഓരോരുത്തർക്ക് ഓരോരോ മതമുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ എവിടെ വേണേലും പോവാം. ഇപ്പം ഇവിടെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, എവിടെ വേണേലും പോവാം. നമ്മൾ പോയി കാണുക, അവരുടെ മതത്തിൽ ആ ഒരു സംഭവമൊക്കെ നമ്മൾ ആസ്വദിക്കുക. പിന്നെന്താ പറയുക ഇപ്പം ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ പള്ളികളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് മൈസൂർ പള്ളിയിലൊക്കെ പോയായിരുന്നു. അതേപോലെ തന്നെ ഇതും ഈ അടുത്ത് ഞാൻ മൈസൂർ പള്ളിയിൽ പോയിരുന്നു. മൈസൂർ സെൻറ്റ് ഫിലോമിനസ് ചർച്ച്, അത് ഏഷ്യയിലെ തന്നെ 2ാമത്തെ വലിയൊരു പള്ളിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയായിരുന്നു. അപ്പോൾ അവിടെ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പളനിയിൽ പോയിരുന്നു. അപ്പോൾ പരമാവധി എല്ലായിടത്തും പോയി കാണുക. അവരെ ആ ഒരു ഇത് അതൊക്കെ എന്താ പറയുക ഒന്ന് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു
എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മതം തന്നെയാണ്. എന്നാലും മറ്റു മതങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, മറ്റു മതങ്ങളുടെ അടുത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കേട്ടോ വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണേ. മൊബൈലിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇറങ്ങുന്ന കുറച്ച് എടുക്കാൻ പറ്റിയില്ല. കേട്ടോ അടിപൊളി വ്യൂ ആയിട്ടേ കാണുന്നത്. എനിക്ക് നല്ല കാറ്റുണ്ട്, ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. അതേപോലെ ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്, പൊടി അടിച്ചിട്ട്. അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് അവിടെ. മടുത്തു, ശരിക്കും മടുത്തു. എൻ്റെ അമ്മേ, ഭാഗ്യം ഇവിടം വരെ എത്തിയത്. അതേപോലെ തന്നെ എന്താ പറയുക, കാറ്റ് കാരണം പറയാനും പറ്റുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയോ ഗൈസ്, സൗണ്ടൊക്കെ മാറി. അയ്യോ ഇത് കണ്ടാ, ഒരു കുപ്പി വെള്ളത്തിലുള്ള കളിയായിരുന്നു കേട്ടോ. 7 മല കയറിയത് ഒരു കുപ്പി വെള്ളത്തിലാ. ഇപ്പൊ കണ്ട ഗൈസ്, ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് നോക്കി, ഒരു കുപ്പിയും കൊണ്ട് മേളിലേക്ക് പോയത്. ഒരു കുപ്പിയിൽ ഇത്രയും വെള്ളമുണ്ട്. ഇനി വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് താഴെ ഇറങ്ങണം. അപ്പം ഇത്രയും വെള്ളം, അതായത് എന്താ പറയുക, ആടുജീവിതമില്ലേ, ആടുജീവിതത്തിൽ മറ്റേ നജീബില്ലേ, നജീബിൻ്റെ അവസ്ഥ. അയ്യോ, ഒരു കവിള് വെള്ളം കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കവിള് വെള്ളം കുടിക്കും, എന്നിട്ടൊരു അരമണിക്കൂർ നടക്കും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇത്ര നേരം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഇത് താഴെ ഇറങ്ങണം. ഇതിപ്പോൾ എത്രയാ, തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ 4-ാമത്തെയോ 3-ാമത്തെയോ മലയെങ്ങാണ്ടാണ്. അപ്പോൾ ഇനിയും ഉണ്ട്, ഒരു 4 മലയെങ്ങാണ്ടുണ്ടെന്ന് തോന്നണു. അപ്പോൾ ഒരു 2 മലയും കൂടി കഴിഞ്ഞാലേ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 തുള്ളി വെച്ച് കുടിക്കാനുള്ളുണ്ട്. ഒരു മല ഇറങ്ങുമ്പോൾ ഒരു തുള്ളി, അടുത്ത മല ഇറങ്ങുമ്പോൾ ഒരു തുള്ളി, അങ്ങനെ 2 തുള്ളി വെച്ച് കുടിക്കാനുള്ളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോരുത്. മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിലുണ്ട്. പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഒരുപാട് കാണാനുണ്ട്. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ, ഞാൻ പോണ സമയത്ത്, അതായത് അവിടുന്ന് തിരിച്ച് വരുന്ന ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ മറ്റേ കുറേ പേര് കോണാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അവിടെ കുളിക്കാനായിട്ട് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു അരുവിയുണ്ട്, ചെറിയൊരു തോടുണ്ട്. അപ്പോൾ അവരവിടെ വെള്ളം കെട്ടി നിർത്തി. അപ്പോൾ മല ഇറങ്ങി തിരിച്ച് വരുന്നവർക്കും പോണവർക്കും കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരു ചെറിയൊരു സംഭവമാണ്, അധികമൊന്നുമില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ അവിടെ കുളിക്കണമെങ്കിൽ കുളിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോകുമ്പോഴുള്ള വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട പാറക്കല്ലാണ്, 2 സൈഡും പാറക്കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളീ പോകുന്നത്. ഇതേപോലെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഈ 2 സൈഡും പാറക്കല്ല്, അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരുപാട് വഴികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മല കയറി ഇറങ്ങി വരുന്നൊരു സംഭവം തന്നെയാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്താ പറയുക, നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് പുണ്യസ്ഥലമാണ്. അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ പാത അവർക്കൊരു പുണ്യസ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പിടാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോക്സ് കുടഞ്ഞപ്പോൾ പൊടി തെറിച്ചിട്ട് ചെരുപ്പിടാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവരൊക്കെ സമ്മതിക്കണം. നല്ല ചൂടാണ്, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഈ ചൂടത്ത് നമുക്ക് എന്താ പറയുക, ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ചെരുപ്പിടാതെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് പറ്റത്തില്ല, എളുപ്പമുള്ള കേസല്ല. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അവർ തീവ്രമായിട്ട് വിശ്വസിച്ച് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും. അവരാഗ്രഹിക്കുന്നതൊക്കെ നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ പുതിയ ആഗ്രഹങ്ങളായിട്ട് കയറി ഇറങ്ങി വരുന്നവരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടൊക്കെ തന്നെ ഞാൻ കാണുന്നത്. അവരുടെ ആ വിശ്വാസം, തീവ്ര വിശ്വാസം, അത് ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ
അപ്പം ഞാനൊരു തീവ്ര വിശ്വാസിയല്ല. എന്നാൽ പള്ളിയിലൊക്കെ പോകും. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവല്ല. അന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പള്ളിയിലൊക്കെ പോകും. പക്ഷേ എല്ലാ മതത്തിൻ്റെയും ഏതൊക്കെ മതങ്ങളുണ്ടോ മതങ്ങളുടെ വിശ്വാസമൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട ഒരു സംഭവം പറയാടാ. ട്രാൻസ്ജെൻഡേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇപ്പോൾ ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇവരൊക്കെ ഫസ്റ്റ് പോകുന്ന ഈ ആവേശം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഒരു വിചാരം എന്ത് വലിയ സംഭവമാണോ. അപ്പോൾ ഫസ്റ്റ് പോകുന്ന ആവേശം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എന്താ ചെയ്യുക. പ്ലീസ് നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നേരെ വീട്ടിൽ പോകട്ടോ. അയ്യോ, നമ്മൾ കാലത്ത് 8 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം നോട്ടെ ഗൈസ്. നമ്മൾ ഇറങ്ങുകയാണ്. കഴിഞ്ഞു വിടാം നമ്മുടെ പരിപാടി. നമ്മൾ കാലത്തൊരു 7 മണിക്ക് കയറിയിട്ട് വൈകിട്ട് തിരിച്ചിറങ്ങുന്നത് 6 മണിക്ക് 6:30ക്കാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളവർ മാത്രം കയറിയാൻ പറ്റില്ല, അല്ലാത്തവർ കയറണ്ട. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു, ഇവിടെ ആംബുലൻസ് ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആംബുലൻസ് ഉണ്ട്. ഞാൻ മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡൊന്നും കണ്ട പോലെ തോന്നിയില്ല. പക്ഷേ ഇവിടെ ആംബുലൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളിയാങ്കരി മലയിൽ പോയിട്ടുണ്ടായിരുന്നു. ദക്ഷിണകാശി കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കരി മലയിൽ. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വലിയൊരു അനുഭവം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് ഈ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ കാലത്തൊരു 7 മണിക്ക് കയറിയിട്ട്, അത് തലേദിവസം ഞങ്ങൾ ഉറക്കമൊഴിച്ച് വന്ന് കാലത്ത് 7 മണിക്ക് കയറിയിട്ട് വൈകിട്ട് എത്തിയത് 10 മണിക്കാണ്. അതായത് രാത്രി തിരിച്ചെത്തിയത് 10 മണിക്കാണ്. മോർണിംഗ് 7 മണിക്ക് കയറിയിട്ട് രാത്രി തിരിച്ചെത്തിയത് 10 മണിക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു മല, 7 മലയാണ്. അപ്പോൾ ഇത്രയും വലിയ മലയിൽ ഇത്രയും നേരം നമ്മൾ എന്താണ് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ മല കയറുമ്പോഴും 7 മല എന്നാണ് പറയുന്നത്. 7 മല കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ ഓരോ മല കയറുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ചെറിയ കുട്ടികൾ മുതൽ, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കയറാൻ പാടില്ല എന്ന് പറയുന്ന ഈ മലയിൽ 7 വയസ്സുള്ള കുട്ടികളൊക്കെ കയറുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിന് താഴെയുള്ള കുട്ടികൾ കയറുന്നത് ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നി. വയസ്സൊന്നും ചോദിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു ഈ മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയൊരു അനുഭവം. മടുപ്പ് മീൻസ് ഒരു കുപ്പി വെള്ളത്തിലാണ് മല കയറി ഇറങ്ങി കളിച്ചത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്ഷീണമായി, ടയേർഡായി, എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പം നിങ്ങൾ ഈ മലയിൽ മലയാളികൾ ഇവിടെ വരാറില്ല എന്നാണ് അറിഞ്ഞത്. അഥവാ വരുവാണെങ്കിൽ തന്നെ വർഷത്തിലൊരു 100 ആൾക്കാരൊക്കെ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളികൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നൊരു മലയാണിത്. അതേപോലെ തന്നെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ഏകദേശം ഒരു 10-12 കിലോമീറ്ററിന് മുകളിലുണ്ട് നമുക്ക് മല കയറി ഇറങ്ങാനുള്ള ദൂരം. 10-12 കിലോമീറ്ററിന് മുകളിലുണ്ട്. വർഷത്തിൽ 3 മാസമാണ് ഈ മലയിൽ നമുക്ക് കയറാൻ അനുവാദമുള്ളൂ. ഈ 3 മാസത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ മലയിൽ കയറുന്നത്. ഞങ്ങൾ തന്നെ ഇന്നലെ കയറിയിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ മലയിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ കയറാൻ പരമാവധി ഒരു രാവിലെ അല്ല,
രാത്രി കയറാൻ ശ്രമിക്കുക. വെയിൽ കൊള്ളാനും അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക് രാത്രി കയറാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ പകൽ കയറുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ കയറിയത് പകലാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇന്ന് നന്നായിട്ട് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ തൊണ്ടവേദനയുണ്ട്. അത്ര നല്ല രീതിയിൽ തൊണ്ടവേദനയുണ്ട്. ഭക്ഷണം എന്താ പറയുക, ഇന്നലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ആക്രാന്തത്തോടെ ഭക്ഷണം മേടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല, ഇറങ്ങുന്നില്ല. ചോറൊക്കെ വെറുതെ പാഴൊക്കെയാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് പോലെ ഫീൽ ചെയ്തു. അത് വേറൊന്നുമല്ല, വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. മലയിൽ കയറിയിട്ട് ആകെ 1 ലിറ്റർ വെള്ളം, ഞാൻ നിങ്ങൾക്കത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലുണ്ട്, അത് ഞാൻ മല കയറി ഇറങ്ങുന്ന ഇതിലുണ്ട്. 1 ലിറ്റർ വെള്ളം ഓരോ എന്താ പറയുക, ഓരോ അടപ്പ് അല്ലെങ്കിൽ ഓരോ വായ കുടിച്ചാണ് ഞാൻ കയറി ഇറങ്ങി വന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു 2 മലയാളികളോട് നന്ദി പറയാനുണ്ട്. അവരാണ് എനിക്ക് കുപ്പി തന്നത്. അതിലെനിക്ക് ഭയങ്കര അതിയായ സന്തോഷമുണ്ട്. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റിയത്. അത് 1 ലിറ്ററെങ്കിലും കുടിക്കാൻ പറ്റിയത്. അതിൽ എന്താ പറയുക, അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയുണ്ട് കാലിന്. വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്നിട്ട് പോലും നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് നമുക്ക് നാട്ടിലെത്തണം. ഇവിടെ ഇരുന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മല നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങൾ ഒരു 2 കിലോമീറ്ററൊക്കെ നടക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ ഒരു ചെറിയൊരു ജോഗിങ്ങിനൊക്കെ പോകും ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മല വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. എളുപ്പമൊന്നും ഉണ്ടാവില്ല. 10-12 മണിക്കൂറുണ്ട് കയറി ഇറങ്ങി വരാനായിട്ട്. എളുപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഉഷാറായിട്ട് കയറി ഇറങ്ങി വരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഈ മല കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള മുൻകരുതലുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെള്ളം മസ്റ്റായിട്ട് എടുക്കണം. വെള്ളം 1 ലിറ്റർ അല്ല, 2 ലിറ്റർ അല്ല, 3 ലിറ്റർ അല്ല, 4 ലിറ്റർ കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. ഒരാൾക്ക് 5 ലിറ്റർ വരെ കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയധികം നമുക്ക് വെള്ളം ദാഹിക്കും. 7ാമത്തെ മല എത്തുമ്പോൾ 7ാമത്തെ മല 6ാമത്തെ മലയ്ക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ മരങ്ങൾ പോലും ഉണ്ടാവില്ല. മലയുടെ മുകളിൽ നല്ല എന്താ പറയുക, ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ സൂര്യപ്രകാശം ഭയങ്കര രീതിയിൽ തട്ടിയിട്ട് നമുക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും. ഏറ്റവും ബുദ്ധിമുട്ടേറിയ മല എന്ന് പറയുന്നത് 1ഉം 7ഉമാണ്. അപ്പോൾ ഈ 7ാമത്തെ മലയിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക ചെറിയ രീതിയിൽ. നിങ്ങൾ 2 നേരമാണ് മല കയറുമ്പോൾ പോകുന്നത്. രാവിലെ കയറുന്നവരാണെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടും പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കാൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ മല കയറുമ്പോൾ ഒരു 3ാമത്തെ മലയ്ക്ക് ശേഷം, 3ാമത്തെ അല്ല 5ാമത്തെ മലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, 5ഓ 4ഓ, അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഫ്രഷ് വാട്ടർ കിട്ടും. അത് പാറയിടുക്കിലൂടെ വരുന്നൊരു തെളിനീരാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം പിടിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും പിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ 2 ലിറ്ററോ 3 ലിറ്ററോ കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ലെമൺ സോഡയോ അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. പക്ഷേ ഒരിക്കലും നമുക്ക് കുടിവെള്ളം കിട്ടുന്നതായിരിക്കില്ല. മസ്റ്റായിട്ട് നിങ്ങൾ എന്താ പറയുക, മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, വെള്ളം എടുക്കാൻ മറക്കരുത്. മല ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് എന്നും പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. അതുകൊണ്ട് വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. ഒരു 24 മണിക്കൂറിനുള്ളിൽ 5 പേര് മരിച്ച ഒരു മലയാണ് വെള്ളിയാങ്കിരി മല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ ട്രെക്കിങ് എന്തോരം കഷ്ടമായിരിക്കും. ഈ മല കയറി വരുന്നത് എത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. 5 പേര് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിന് താഴെയുള്ള ആൾക്ക്, 50 ഒരാൾ മാത്രമേ ഉള്ളൂ അതിൽ 60 വയസ്സിന് മേലുള്ള ആൾ, ബാക്കിയുള്ളവരൊക്കെ 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എളുപ്പമല്ല വെള്ളിയാങ്കിരി മല കയറുക എന്നുള്ളത്. 5 പേര് മരിച്ച മലയിലാണ് ഞങ്ങൾ കയറി ഇറങ്ങി വന്നിരിക്കുന്നത്. അത്
അതും 24 മണിക്കൂറിനുള്ളിൽ വർഷത്തിൽ 3 മാസം ഓപ്പൺ ചെയ്യുന്ന മലയാണ് ഈ മല. ഇത്രയും കഠിനമായൊരു മല കയറിയത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളും വന്ന് കാണേണ്ട ഒരു മലയാണ്, തീർച്ചയായിട്ടും കണ്ട് കയറി പോകേണ്ട ഒരു മലയാണ്. മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട്